ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ട് ഒരു സ്വീറ്റ് ഐറ്റമാണ്. സാധാരണ സേമിയ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്വീറ്റ് ഐറ്റം സേമിയ പായസമാണ്. ഇത് വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ സേമിയ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് സേമിയ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ട് സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെള്ളമൊക്കെ വറ്റിയിട്ട് സേമിയ ദേ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ഇപ്പം മെൽറ്റായി തുടങ്ങും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, കുറച്ച് ഉപ്പ്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ഏലക്കായ ചതച്ചത് ചേർക്കുന്നുണ്ട്. ഏലക്കായ പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അതുപോലെ ഇത്തിരി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. 1 ഡ്രോപ്പ് മതിയാവും. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സേമിയ ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകത്തിലായിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് സേമിയ എടുത്ത് വെക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതേ നെയ്യിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് സേമിയയ്ക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ആ ഒരു അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കേണ്ട. ചെറിയൊരു രീതിയിൽ ലൈറ്റ് കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ആവശ്യമായിട്ട് വരുന്നതാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇതേ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്ര മതിയാവും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. സേമിയയിൽ 1/4 കപ്പ് പഞ്ചസാരയാണല്ലോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുപോലെ ഞാനിവിടെ തേങ്ങയിലും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് മതി തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സേമിയ പിന്നെ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സേമിയയുടെ കേസരി തയ്യാറാക്കില്ലേ, അതുപോലെ സിമ്പിളാണ്. പക്ഷേ അതിനേക്കാളും ടേസ്റ്റിയാണ്. സേമിയയും തേങ്ങയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സേമിയയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു തവണ ട്രൈ ചെയ്താൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കും. അത്രയും ടേസ്റ്റിയാണ്, ഈസിയുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്